നമസ്കാരം. നമസ്കാരം. രജിത്ജി ഇന്ന് വന്നപ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മുടെ പാർലമെൻറ്റിൽ വലിയ വിവാദമാണ്. വലിയ വിവാദം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങൾ, ഇതുവരെ പുസ്തകം അച്ചടിച്ചിട്ടില്ല, നമ്മുടെ കരസേനയുടെ തലവനായിരുന്ന മനോജ് മുകുന്ദ് നരവന അദ്ദേഹം എഴുതിയ 4 സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന പുസ്തകം, അത് സൈനിക മേധാവികളൊക്കെ പുസ്തകം എഴുതുമ്പോൾ അത് കേന്ദ്ര സർക്കാർ ഇത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ പുസ്തകം പുറത്തിറക്കാൻ സംഭവിക്കുള്ളൂ. കാരണം രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാവുന്നവരാണ്. അത് രാജ്യത്തിന് ഭീഷണിയാവുന്ന കാര്യങ്ങൾ പുറത്തു പോകാൻ പാടില്ലാത്തതുകൊണ്ട് ആ പുസ്തകം ഇപ്പോൾ സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അനുവാദം ഇതുവരെ കൊടുത്തിട്ടില്ല പ്രസിദ്ധീകരിക്കാൻ. പക്ഷേ അതിലെ ചില ഭാഗങ്ങൾ കാരവൻ എന്ന് പറയുന്ന മാസിക പ്രസിദ്ധീകരിച്ചു. അതിലെ ഭാഗങ്ങൾ എടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ബഹളം വെക്കുന്നത്. രാഹുൽ ഗാന്ധി ബഹളം വെക്കുന്ന കാര്യം ഈ അഗ്നിവീർ എന്ന് പറയുന്ന സംവിധാനം ഏർപ്പെടുത്തിയതിനെ കുറിച്ചുള്ള പരാമർശത്തെക്കുറിച്ചാണ്. പക്ഷേ ആ പുസ്തകത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞ് കാരവൻ പ്രസിദ്ധീകരിച്ച ഒരു ഭാഗമുണ്ടല്ലോ, വലിയ ആവേശകരമാണ്. എനിക്ക് തോന്നുന്നത് അതേക്കുറിച്ച് ഞാൻ സംസാരിക്കാനിരിക്കുമ്പോൾ രജിത്ജി വന്നത് നന്നായി. കാരണം ഭാരത സൈന്യത്തിനുണ്ടാവാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ പ്രേക്ഷകരോടും കേരളത്തിലെ ലക്ഷക്കണക്കിനായ പ്രേക്ഷകരോടും പറഞ്ഞിട്ടുള്ള ആളാണ് രജിത്ജി, പ്രത്യേകിച്ച് LMRKയുടെ പ്ലാറ്റ്ഫോമുകളിൽ. കാരണം ഇന്ത്യൻ സൈന്യം ലോകത്തെ ഏതു വൻ ശക്തിയെയും അടിക്കും എന്ന് പറഞ്ഞു. മാത്രമല്ല നമ്മുടെ ഭരണാധികാരികൾ അത്തരത്തിൽ മാറുമെന്നും പറഞ്ഞു. സംഭവം ഇതാണ്: 2020 ഓഗസ്റ്റ് 3 രാത്രി ലഡാക്കിലുള്ള പാങ്ഗോങ് സോ രചൻല എന്ന് പറയുന്ന സ്ഥലത്തെ നമ്മുടെ സൈനിക പോസ്റ്റിന് നേർക്ക് ചൈനീസ് പാറ്റൻ ടാങ്കുകൾ ഇരമ്പി വന്നു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ കരസേനാ മേധാവിയായിരുന്ന MM നരവന കാത്തിരുന്നു. പ്രധാനമന്ത്രി വിളിച്ചു അദ്ദേഹത്തെ. അതിനുശേഷം പ്രതിരോധ മന്ത്രിയോടും സംസാരിച്ചു. കിട്ടിയ മറുപടി: നിങ്ങൾക്ക് ഉചിതം പോലെ ചെയ്യാം, മുന്നോട്ട് പോകൂ എന്നാണ് പറഞ്ഞത്. അതായത് ചൈനീസ് പട്ടാളം മുമ്പൊരിക്കൽ നമ്മളുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ നമുക്ക് പിന്തിരിയേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് 2020 ഓഗസ്റ്റ് 3 രാത്രി ചൈനയുടെ ടാങ്കുകൾ വന്നപ്പോൾ നമ്മുടെ ഭരണ തലപ്പത്തുള്ളവർ പറഞ്ഞു, പട്ടാളം തീരുമാനിക്കൂ, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞു. വലിയ മാറ്റമാണ്. ഞാനിത് പെട്ടെന്ന് ഓർത്തത്, അങ്ങ് പറഞ്ഞു 2014 മുതൽ 2013 മുതൽ മുരുക യുഗം ആരംഭിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇന്ത്യൻ സൈന്യത്തെ പിടിച്ചക്കിട്ടില്ല. മാത്രമല്ല എനിക്ക് വലിയ അഭിമാനമുണ്ട്, ഓപ്പറേഷൻ പഹൽഗാമിന് മുമ്പ്, അത് സംഭവിക്കുമെന്ന് പോലും അറിയുന്നതിന് മുമ്പ് ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ഒരു യാഗം നടത്തിയ ആളാണ് രജിത്ജി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്തു തോന്നുന്നു? തീർച്ചയായും നമുക്കറിയാലോ, മൃഗയുഗത്തിന് ശേഷം ഭാരതത്തിൻ്റെ ലോകരാജ്യങ്ങൾക്കിടയിലുണ്ടായ ആ ഉയർച്ചയും ഭാരതത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ലോകം കാത്തിരിക്കുന്ന ദിവസങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആർമി, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യൻ ആർമിയെക്കുറിച്ചും ഇന്ത്യ ആയുധ ശേഖരത്തെക്കുറിച്ചുള്ള ലോകത്തിൻ്റെ കണക്കൂട്ടൽ മാറി പറഞ്ഞിട്ടുണ്ട്. ആ ചിന്ത മാറി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർ വൻശക്തികളാണ്, ഇവർക്ക് എന്തും ചെയ്യാൻ പറ്റുള്ള ഒരു വിശ്വാസം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വരും. അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിനെ കൊണ്ട് പറ്റും. അതിനുള്ളൊരു എന്താ പറയുക, സ്ട്രോങ് ആജ്ഞകൾ കൊടുക്കുന്ന നേതൃത്വം ഉണ്ടായി. അതിൻ്റെ ഗുണം അല്ല, നരേന്ദ്രമോദിയുടെ ഈ പ്രവർത്തികൾ മുരുകൻ്റെ സ്വാധീനത്തിൽ ആണെന്ന് മുമ്പൊരിക്കൽ അങ്ങനോട് പറഞ്ഞു. അങ്ങനെ പറയാൻ എന്താ കാര്യം? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പാർലമെന്റിൽ ചെങ്കോൽ പ്രതിഷ്ഠിച്ചത്, മയിലിൻ്റെ തീമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നമുക്ക് പറയാം. നമ്മൾ ലാസ്റ്റ് ഇൻ്റർവ്യൂ നവംബറിലാണ് നടത്തിയത്. ഇതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ചാനൽ ഉദ്ഘാടനമാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 4 യാഗങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് ഡീപ് സ്റ്റേറ്റിനെ പോലുള്ള അമേരിക്ക പോലുള്ള ആൾക്കാരെ നമ്മൾ ഞെരുക്കാൻ നോക്കും. അന്ന് മറ്റേതൊക്കെ തുടങ്ങിയിട്ടില്ല, ട്രംപിൻ്റെ പരിപാടി തുടങ്ങിയിട്ടില്ല. ഞെരുക്കാൻ നോക്കും, ഞെരുക്കാൻ നടക്കും. വിദേശ നിക്ഷേപകർ ഇവിടുന്ന് പണം പിൻവലിച്ച് തുടങ്ങും. അയൽ രാജ്യങ്ങളിൽ കലാപം. പക്ഷേ ഈ 4 യാഗങ്ങൾ ഭഗവാൻ 4 സ്ഥലങ്ങളിൽ നടത്തണം എന്ന് പറഞ്ഞിട്ട് അവസാനം ആദ്യം ഡിസംബർ 22 അയോധ്യ, ഡിസംബർ 26 ഉജ്ജയിൻ, ജനുവരി 9 തിരുപ്പതി, ജനുവരി 26 4ാമത്തെ യാഗം ലാസ്റ്റ് ഡൽഹിയിൽ വെച്ചിട്ട് റിപ്പബ്ലിക് ഡേയിൽ വെച്ച് നമ്മൾ ആ ദൗത്യം തുടങ്ങണു. ആ ദൗത്യം തുടങ്ങി പോകുമ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ട്, താരിഫ് ഇതൊക്കെ വരും. അപ്പോൾ ഞാനൊരു വാചകം കൂടി അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനുവരി മുതൽ തിരിച്ചടി തുടങ്ങും. അതുവരെ ഡീപ് സ്റ്റേറ്റും മുരുകാനും 2 സൈഡിൽ, മുരുകാൻ്റെ സൈഡിൽ ഡീപ് സ്റ്റേറ്റിൻ്റെ സൈഡിൽ മുരുകാൻ, അത് നമ്മൾ അറ്റാക്കാണ്. ഡീപ് സ്റ്റേറ്റ് അറ്റാക്ക് ചെയ്യും, മുരുകാൻ ഭാരതത്തിനെ രക്ഷിക്കും. പക്ഷെ ജനുവരി തൊട്ട് തിരിച്ചടി തുടങ്ങും എന്ന് നമ്മളൊരു അന്ന് ഓർമ്മയുണ്ടാവും. നമ്മൾ ജനുവരിയിലേക്ക് എത്തുന്നു, യാഗങ്ങൾ നടത്തി ജനുവരി 26 എത്തണ ദിവസം അന്നാണ് യൂറോപ്പിൽ നിന്ന് 2 പേര് വരുന്നത്.
ഓൾ മദേഴ്സ് ഓഫ് ഡീൽ ഒപ്പിടാൻ. അമേരിക്കക്കാർ ഡിഫ്റ്റേറ്റ് വെച്ച താരിഫിന്റെ മേലെ നമ്മൾ കടന്നുപോയി. ഇതുവരെ ഉണ്ടായ എല്ലാ വ്യാപാര കരാറുകളുടെയും അമ്മയാണ് ഈ കരാർ എന്നാണ് ലോകമാധ്യമങ്ങൾ പറഞ്ഞത്. അതെ, അത്രയും വലിയൊരു സാമ്പത്തികത്തിനകത്ത് ഇന്ത്യ കുതിച്ചു ചാടാൻ പോകുന്ന വലിയൊരു വ്യാപാര കരാറാണ്. എപ്പോഴത്തെ പോലെ നമ്മൾ പോർച്ചുഗീസുകാരൊക്കെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് യൂറോപ്യന്മാരെ എങ്ങനെ നമ്മളോട് കച്ചവടം ചെയ്തു, നമ്മളാണ് കൽപ്പിക്കും, അവർ മേടിക്കണ ഒരു രീതിയായിരുന്നു. പിന്നെയാണ് അവരിവിടെ വന്നിട്ട് നമ്മളെ കീഴടക്കി അവരുടെ അതാക്കി മാറ്റിയത്. 1498 വാസ്കോ ഡി ഗാമ വരുന്നത്. അതിനു മുമ്പുള്ള എങ്ങനെയായിരുന്നു കച്ചവടം, നമുക്ക് നേതൃത്വം ആ ലെവലിലേക്ക് പോയിരുന്നു. ഒരു യാദൃച്ഛികത ഉണ്ട് കേട്ടാ. ഈ ഒപ്പിടാൻ വന്ന ആള് പോർച്ചുഗീസുകാരനാ ഒരാള്. ഇനി അതും പോട്ടെ, ഇത് ദിവസം തിരഞ്ഞെടുത്ത് തന്നാ നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണ് നമ്മളെ 4ാമത്തെ യാഗം നടക്കണമെന്ന്. ഇനി വേറൊരു യാദൃച്ഛികത കൂടി ഉണ്ട്. അന്ന് നമ്മുടെ പ്രധാനമന്ത്രി ധരിച്ചു വന്ന തലപ്പാവില് മയിൽപീലി, രാഷ്ട്രപതി ധരിച്ച സാരിയിലും മയിലും ഉണ്ടായിരുന്നു. അപ്പൊ വെറുതെ ഒരു ദിവസം എന്നാ ഞാൻ മയിൽപീലി തിരിക്കാം, അങ്ങനെയല്ല, ഒരു ചർച്ച നടന്നിട്ടുണ്ടാവും. ഇന്ന് എന്ത് തീം എടുക്കണം, ഏത് വസ്ത്രം ധരിക്കണം, എന്തായാലും ഗവൺമെന്റ് തലത്തിൽ ചർച്ച നടന്നു. പ്രധാനമന്ത്രിയുടെ ഒക്കെ വേഷം ചർച്ച ചെയ്തിട്ട് പ്രധാനമന്ത്രി ഇന്ന് അത് വിശേഷപ്പെട്ട 26-ാം തീയതി ഇന്ന വർഷം എന്നുള്ള ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് അത് രാഷ്ട്രപതി അതിനോടനുബന്ധിച്ച് ഒരു വസ്ത്രം ധരിക്കണം, ഒരു തീം ഉണ്ടാവണം എന്നൊരു ഡിസ്കഷൻ വന്നിട്ടുണ്ടാവും. ആ ഡിസ്കഷനിൽ അപ്പുറം ഒരു തീരുമാനം വന്നിട്ടുണ്ട്. ആ തീരുമാനം മയിലിനെ നമ്മുടെ തീമാക്കാന്നുള്ളതാണ്. അത് ആ പരേഡിന്റെ 4 കിലോമീറ്റർ അപ്പുറത്ത് അങ്ങുണ്ടായിരുന്നു, 4 കിലോമീറ്റർ അപ്പുറത്തിരുന്ന് നമ്മൾ മുരുകവാന് യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ യോജിച്ച് വരണം? അന്നാണ് ഈ ഒപ്പിടൽ നടക്കുന്നത്. അതായത് 4 യാഗം കഴിഞ്ഞ് 4ാമത്തെ യാഗം തിരിച്ചടി തുടങ്ങുകയാണ്. ജനുവരിയിൽ നിന്ന് പറഞ്ഞാൽ തിരിച്ചടി തുടങ്ങുകയാണ്. അതോടൊപ്പം വേറൊരു കാര്യം നടക്കുന്നുണ്ട്. നമ്മുടെ വിദേശ നിക്ഷേപങ്ങൾ പിൻവലിക്കണ പോലെ ഇപ്പൊ അമേരിക്കൻ ബോണ്ടിന്ന് നമ്മൾ പിൻവലിച്ചു, യൂറോപ്യ അവിടുന്ന് പിൻവലിക്കല് തുടങ്ങി. നമ്മൾ തിരിച്ച് താരിഫ് കൊടുത്തു. അതായത് അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മൾ മേടിക്കുന്നില്ല എന്ന് വെച്ചു. അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ പ്രസിഡന്റ് കത്തെഴുതിയിരിക്കുക, അയ്യോ ഞങ്ങളുടെ കൃഷി നാണ്യവിളകൾ ഒന്നും പോകുന്നു, ഭക്ഷ്യവസ്തുക്കളൊന്നും പോകുന്നില്ല, ഇന്ത്യ വാങ്ങുന്നില്ല. അപ്പൊ ജനുവരി തൊട്ട് തിരിച്ചടി തുടങ്ങി. ഇനി അങ്ങ് കണ്ടോളൂ, ഇനി തിരിച്ചടി കൂടി വരും. അടുത്ത മെയ് 1 നമ്മുടെ അഗ്നിയാഗം വരുന്നത്. അതിന്റെ ഉള്ളിൽ തിരിച്ചടി കൂടി വരുന്നത് കണ്ടല്ലോ. അഗ്നിയാഗത്തോടു കൂടി ഭാരതം അതിന്റെ പവർഫുൾ. അല്ല, ഇപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ വെനസ്വേലയിലേക്ക് അമേരിക്കൻ പട്ടാളം ഇറങ്ങി വന്നിട്ട് അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ അമേരിക്ക ഒരു വലിയ ഗുണ്ടായുസം കാണിക്കുന്നുണ്ട്. അതുപോലൊക്കെ ഇന്ത്യയിൽ നടക്കുമോ എന്നൊക്കെ പേടിക്കുന്ന ചിലരുണ്ട്. ആ പേടി അസ്ഥാനത്തല്ലേ? അതൊന്നും ഒരിക്കലും അതായത് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഞാൻ പറയില്ലേ, ജനുവരി വരെയുള്ളത് ഇനി തിരിച്ചടി അങ്കിടാ, അവിടേക്കുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. അത് മാത്രമല്ല, ഇന്ത്യ ഒരു ലോകശക്തിയാണ്, നമുക്ക് ആണവായുധങ്ങളുണ്ട്. വെനസ്വേല പോലൊന്നുമല്ല. ലോകത്തിന് പ്രശ്നം ഉണ്ടാവുമ്പോ ഓടി നമ്മുടെ അടുത്തേക്ക് പറഞ്ഞേ UAE പ്രസിഡന്റ്. അതെ, ഫ്ലൈറ്റ് പിടിച്ച് 7 മണിക്കൂർ യാത്ര ചെയ്ത് 2 മണിക്കൂർ സംസാരിക്കാം. അവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ ക്രൈസിസ് മാനേജ്മെന്റ് ചെയ്യാൻ കഴിവുള്ള ഒരാള്, സ്ട്രോങ് ആയിട്ടുള്ള ഒരാള്, രാജ്യം ഏത് ഭാരതത്തിന്റെ അടുത്ത് വന്നിട്ടാണ്. അവിടുത്തെ പ്രശ്നത്തിന്റെ പ്രത്യേകതയും കൂടിയുണ്ട്. കാരണം ഇവർ ഗൾഫ് രാജ്യങ്ങളൊക്കെ വലിയ സൗഹൃദത്തിലാണ്. സൗദി അറേബ്യയും UAEയും തമ്മിൽ, അതായത് ദുബായ് ഉൾപ്പെടുന്ന ആ രാജ്യം തമ്മിൽ വലിയ സൗഹൃദത്തിലാണെന്ന് പൊതുവെ കരുതുന്നത്. പക്ഷേ അവർ തെറ്റിലാണ്. യമൻ്റെ പേരിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണ്. യമനിൽ പാർക്ക് ചെയ്തിരുന്ന ആങ്കർ ചെയ്തിരുന്ന UAE കപ്പലുകളെ സൗദി ആക്രമിച്ചു. അതിന് തൊട്ടടുത്ത ദിവസമാണ് സൗദി പാകിസ്ഥാനുമായിട്ട് ബന്ധമുണ്ടാക്കി. അപ്പോഴാണ് UAE ഓടി ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയുമായിട്ട് പ്രതിരോധ കരാറുണ്ടാക്കി. അവർക്ക് തുർക്കിയിലേക്ക് ഓടാൻ തോന്നിയില്ലല്ലോ. ഇല്ല, അതാണ് അവർക്ക് വേറെ രാജ്യങ്ങൾ യൂറോപ്പിലേക്ക് ഓടാൻ തോന്നിയില്ല, അമേരിക്കൻ പ്രസിഡന്റിനെ വിളിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഭാരതത്തിന്റെ കൂടെ നിന്നാൽ അതിന്റെ പവർ ഉണ്ടെന്ന് ഒന്നുകൂടിയുണ്ട്. അങ്ങ് പറഞ്ഞ മറ്റൊന്നുകൂടെ സംഭവിച്ചു. ഇന്ത്യയിൽ വന്നു, കരാർ ഒപ്പിട്ടിട്ട് ദുബായിലേക്ക് തിരിച്ചുപോയി UAE പ്രസിഡന്റ്. എന്നിട്ട് പിന്നീട് അദ്ദേഹം വീണ്ടും പോയത് എങ്ങോട്ടാണെന്നറിയോ? റഷ്യയിലേക്ക്. റഷ്യൻ പ്രസിഡന്റിനെ കാണാൻ പോയി, പുട്ടിനെ കാണാൻ. അപ്പോൾ അങ്ങ് പറഞ്ഞ റഷ്യ, ചൈന, ഇന്ത്യ അച്ചുതണ്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടി വിപുലമാണ്. അതിനകത്ത് UAE വരുന്നു. ഇപ്പൊ വെസ്റ്റേണിൽ അധികാരം നേരെ ഏഷ്യയിലേക്ക് മാറും. ഒരു കാലത്ത് ഏഷ്യ നമുക്കറിയാലോ, ഭാരതീയ സംസ്കാരമായാലും ചൈനീസ് സംസ്കാരം അത്രയും പഴക്കമായിരുന്നു, നല്ല ടോപ്പായി ലെവൽ. പിന്നെയാണ് വെസ്റ്റേണിലേക്ക് പോയത് ഈ അധികാരമൊക്കെ. ഇതൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ഏഷ്യയിലേക്ക് മാറും. അതാണ് ഇനി കാണാൻ പോകുന്നത്. അതിൽ തലപ്പത്ത് ഇന്ത്യ പവർഫുൾ ഉണ്ടാവും. ഓരോ കാര്യങ്ങളും അങ്ങ് നോക്കും. നമ്മൾ പറഞ്ഞ ഭഗവാൻ സഹായിച്ചിട്ട് ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കണം. ഇത് നമ്മുടെ കഴിവല്ല. അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മുടെ കഴിവോ നമ്മൾ യാഗം നടത്തിയോണ്ട് ആ പൂജാരിമാർ പൂജിച്ചുകൊണ്ടല്ല. പക്ഷെ അവിടെ ഭഗവാന്റെ തീരുമാനം നടപ്പിലാവുന്നതുകൊണ്ടാണ് ആ റിസൾട്ട് കിട്ടുന്നത്. ഇത് മാത്രം അങ്ങ് സാക്ഷിയാണല്ലോ. നമ്മൾ 4 കിലോമീറ്റർ അപ്പുറത്തത് യാഗം നടത്തുമ്പോൾ
അതേ ഡ്രസ്സ് ധരിച്ചിട്ട് വരിക, അതേ ദിവസം അതിന്റെ ആ തിരിച്ചടി തുടങ്ങുക എന്ന് പറയും. നമ്മൾ മോദിജിയുടെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമല്ല, ഞങ്ങളിവിടെ യാഗം നടത്തുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് അങ്ങ് ഒരു മയിലിന്റെ ചിത്രമുള്ള അല്ല മയിൽപ്പീരി ഉള്ളതൊക്കെ ധരിച്ച് വരണമെന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എല്ലന്മാർക്കെ വിളിച്ച് പറഞ്ഞൊന്നുമല്ല. അല്ല അത് അത് മാത്രമല്ല നമ്മള് ഭാരതീയ സേനയുടെ ഒക്കെ നീക്കങ്ങൾ നമ്മൾ അറിയേണ്ടത്. പക്ഷെ പഴയനാണ്ടുള്ള തീരുമാനമാണ്, നടന്നേ പറ്റുള്ളൂ. ഇത് ചില ആളുകൾക്ക് അങ്ങ് വിശ്വസിക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ സോഷ്യൽ മീഡിയയിൽ എല്ലന്മാർക്കും അങ്ങേക്കെതിരെ പോസ്റ്റ് ഇടുന്ന ഒരാൾ ഇങ്ങനെ പറയുകയാണ്, അതായത് ഇനിയിപ്പോൾ ഈ പഹൽഗാം ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് യാഗം നടത്തി, അതുകൊണ്ട് ഇന്ത്യൻ സേനയുടെ കരുത്ത് കാണിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായി, അപ്പോൾ പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ എല്ലന്മാർക്കും രജിത്ജിയുമാണോ? മസ്റ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പറയുക, സേന നീക്കം നമുക്ക് റോല് എനിക്ക് ആൾക്കാരുണ്ട്. റോയാണോ ഇനി സേനയിലെ ആൾക്കാർ? നമ്മുടെ ഡൽഹിയിലെ പരിപാടിക്ക് ബ്രിഗേഡിയർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനിപ്പോ അങ്ങനെ കണക്ഷൻ ആണോ? പിന്നെ ഉത്തര കൊറിയ പ്രസിഡന്റ് ആയിട്ടുള്ള ബന്ധം ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. സമാധാനമുണ്ട്. ഏതായാലും ഭഗവാൻ മുരുകൻ്റെ പേരിൽ കേരളത്തിൽ വലിയൊരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു മാസം മുമ്പ് അങ്ങേക്കറിയില്ല, എറണാകുളത്തൊരു മുരുക ഭക്ത സംഗമം നടന്നു. വേറെ ഏതോ ഗ്രൂപ്പാണ് നടത്തിയത്. തിരുവനന്തപുരത്ത് നടത്തിയത് നമ്മുടെ ഗോപാൽജിയുടെ ഹിന്ദു രാഷ്ട്ര പരിഷത്താണ്. അപ്പോൾ കേരളം മുഴുവൻ എല്ലന്മാർക്കെ ഉണർത്തിവിട്ടിയ ഒരു മുരുക തരംഗം ഇപ്പോൾ വ്യാപിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും പരക്കുകയാണ്. തമിഴ്നാട്ടിൽ ഇതുണ്ട്, അല്ലെങ്കിൽ തന്നെയും മുരുകൻ തമിഴിൻ്റെ ദൈവമാണല്ലോ, തമിഴ് കടവുളാണ്. പക്ഷേ രാജ്യം ആസകലം, രാജ്യമാകമാനം ഇത് ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് ഒരു മൂവ്മെൻറ്റായിട്ട് എല്ലന്മാർക്ക് മാറിയിട്ടുണ്ട്. ശരിക്കും ഈ ഇങ്ങനെ ഒരു വലിയ മൂവ്മെൻറ്റായി ഇത് മാറണമെന്ന് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഭഗവാന്റെ അനുജ്ഞയുണ്ടോ? അല്ല, അങ്ങ് നോക്കൂ, 2004 ഞാൻ എനിക്കിത് കിട്ടുന്നത്. എനിക്ക് എന്തെങ്കിലും നേട്ടം കിട്ടണമെങ്കിൽ 2005 ഞാൻ ഇറങ്ങിയത് 12 വർഷം കഴിഞ്ഞിട്ടാ. 2016 ഞാൻ ആദ്യം സംസാരിച്ച് തുടങ്ങിയത് തമിഴ്നാട്ടിൽ. 12 കൊല്ലം എന്നോട് മുരുകൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, എന്നിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. 12 കൊല്ലം ഞാൻ കാത്തിരുന്നോണ്ട് സംസാരിച്ചു. അപ്പോഴും കേരളത്തിൽ സംസാരിച്ചില്ല. കേരളത്തിൽ എനിക്ക് അനുവാദം കിട്ടിയത് 2023. അത്ര 20 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അതായത് ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമാണെങ്കിൽ പിറ്റേ ദിവസം കൃഷിയായിട്ട് വേഷം കിട്ടി ഇറങ്ങിയാൽ പറയും 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ കേരളത്തിൽ സംസാരിച്ചത്. പക്ഷെ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പവർ ഉണ്ടാവും. കേരളത്തിൽ ജസ്റ്റ് പറഞ്ഞു, അത്രയധികം സ്വീകാര്യത നമുക്ക് കിട്ടി, അത്രയധികം ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചേർന്നു. ഇന്നലെ നമ്മൾ കുംഭമേളയിൽ എത്രയോ ആൾക്കാരെല്ലാം കൂടി പിടിച്ചിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ വന്നില്ലേ. അത് ആ ഒരു മൂവ്മെൻറ്റ് മൊത്തം വന്ന് ഒരുപാട് പേരിലേക്ക് സ്വീകരിച്ചു. നമുക്കറിയാം, ഡൽഹിയിൽ നടന്ന യാഗത്തിൽ പല പ്രമുഖ ആൾക്കാരും എത്തിയതും അപ്പോൾ ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഒരു സംഭവമാണ്, മുരുകവാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അത് നമ്മുടെ ഭാരതത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ദേശസ്നേഹം ഉള്ളിൽ കിടക്കുന്ന എല്ലാവർക്കും ഒരു പ്രതീക്ഷ വന്നിട്ടുണ്ട്. ഏതായാലും അങ്ങ് പറഞ്ഞത് ഓരോന്നും യാഥാർത്ഥ്യമാകുന്നു എന്ന് കാണുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ജനറൽ മനോജ് മുകുന്ദ് നരവനയുമായി ബന്ധപ്പെട്ട ഈ പുസ്തകത്തിൻ്റെ ഭാഗം ഒരു വിവാദമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ വരുമ്പോൾ അതിൽ ഇന്ത്യൻ സേനയുടെ തലപ്പത്തുള്ളവരോട് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും പറയുകയാണ്, ചൈനയാണെന്ന് അപ്പുറത്ത് നോക്കണ്ട, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അഭിമാനമാണ്. പക്ഷേ ഇത് അങ്ങ് പറയുന്നത് 2014 മുതൽ 2013 മുതൽ ആരംഭിച്ച മുരുകയുഗത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ഒരു സംശയമുണ്ട്. ഈ ആളുകൾ പറയും മുരുകയുഗം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള യുഗങ്ങളുണ്ടല്ലോ, പുരാണത്തിൽ പറയുന്ന യുഗങ്ങളിലൊന്നും ഒരു മുരുകയുഗം ഇല്ലല്ലോ. ഇത് ഞാൻ മാത്രമല്ല, ഒരുപാട് സ്പിരിച്വൽ ലീഡർമാർ പല രീതിയിൽ പറഞ്ഞു. സത്യയുഗം എന്ന് പറയുന്ന സത്യയുഗം എന്ന് പറയുന്ന യുഗം ബ്രഹ്മകുമാരീസ് പറയുന്നുണ്ട്. അല്ല, നമ്മൾ അറിയാവുന്നത് സത്യയുഗം, ത്രേതായുഗം ഇതൊക്കെ പറയുന്ന യുഗങ്ങളാണ്. അവര് തമ്മിൽ സത്യയുഗം ആരംഭിക്കാൻ പോണു. അപ്പൊ അവരങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ പരമശിവാനന്ദ യുക്തേശ്വരഗിരി, അതിന്റെ ഗുരു, അദ്ദേഹം ഈ യുഗത്തിലുള്ള കയറ്റിറക്കലിനെ കുറിച്ചൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ പറയണതല്ല, അങ്ങനെ പല ചിന്താഗതികൾ ഇതിനെ കുറിച്ചിട്ടുണ്ട്. ഇവിടെ സംബന്ധിച്ച് മുരുകയുഗം എന്ന് പറഞ്ഞാൽ ഭാരതം പറയും, ലോകം കേൾക്കും. അതാണ് അതിന്റെ ബേസ്. അതിനെ നിങ്ങൾ യുഗം എന്ന് വിളിക്കാൻ ഇഷ്ടമല്ല. കുറെ പേർക്ക് വിഷമം, മുരുകൻ പ്രാദേശികവാദിയാണോ, ഭാരതത്തിന് മാത്രമാണോ? തൽക്കാലം അതത്രേ മതി, എനിക്കത് ഇഷ്ടപ്പെട്ടു. മുരുകയുഗാൻ ഭഗവാൻ ഭാരതത്തിന്റെ മാത്രമാണെന്ന് വെച്ചാൽ ഭാരതത്തിന്റെ മാത്രം, തൽക്കാലം അത്രേ ഉള്ളൂ. അതെ, അത്രേ പറയാനുള്ളൂ അതിനെ കുറിച്ചിട്ട്. കാരണം നമുക്ക് ഒരു ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി മുരുക ഭഗവാൻ പോകണമെന്നില്ല. ഇന്ത്യ ആദ്യം ഒന്ന് നന്നാവട്ടെ. കാരണം നമ്മള് എന്താ പറയല്ല, ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞിരുന്ന നിർഗുണായിരിക്കാം, പാറ്റണ്ടാകെ തലയിൽ കൂടെ കയറും നാട്ടുകാർ. അതെ, ഈ മറ്റേ ലോക സംസ്ഥാനം പറയാം, പക്ഷെ ട്രംപിന് 500% താരിഫ് വയ്ക്കുമ്പോ ആൾക്ക് തോന്നില്ല. ലോക സംസ്ഥാന കാര്യം കഴിഞ്ഞു, അത് നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ
ഈ അവർക്ക് തോന്നുന്നില്ല, നമുക്ക് അതാണ്, തോന്നേണ്ട അതാണ്. ആവശ്യമില്ല. കൃഷ്ണനാണ് മാർഗം അല്ലേ? അതായത് നമ്മളെന്താ പറയാ, ഉം. അതാണ് ഇപ്പൊ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, സുഭാഷ് ചന്ദ്രബോസ് ഒരു വരവും കൂടി വരും. അദ്ദേഹം ജയിച്ചു വരല്ല, അദ്ദേഹത്തിന്റെ ആ ഒരു രീതികൾ ഭാരതത്തിലേക്ക് കടന്നു വരും. ആ ഒരു എനർജി, ആ ഒരു വീരത, അത് തന്നെയാണ് ഇപ്പൊ ഭാരതം തുടർന്നുകൊണ്ട് ഇനിയും വരും. സുഭാഷ് ചന്ദ്രബോസ് ചില അടയാളങ്ങൾ ഭാരതത്തിൽ. അതെ, നമുക്ക് കാത്തിരിക്കാം. അപ്പൊ ആ വീരതയാണ് നമ്മുടെ ഭക്തി. ഏതായാലും എനിക്ക് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷം പറയാം. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയുള്ള ദിവസം തന്നെ അങ്ങ് നമ്മുടെ ഫ്ലോറിൽ വന്നതുകൊണ്ട് ഈ വർത്തമാനം നമുക്കിന്ന് പങ്കുവയ്ക്കാൻ പറ്റും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, LMRK എന്ന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി നിൽക്കുന്ന രജിത്ജി കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാനുമായി നിരന്തര സമ്പർക്കത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ. കാരണം എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ലോകത്ത്, ഇന്ത്യയിൽ സംഭവിക്കുന്നു. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അവിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുരുകയുഗമാണ് ഇപ്പോൾ ലോകത്തെ നയിക്കാൻ പോകുന്നത് എന്നത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നമ്മുടെ ഈ വർത്തമാനങ്ങൾ നമ്മൾ തുറന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കുക. ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമ്മുടെ ചാനലിൻ്റെ ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ആ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള നീല നിറത്തിലുള്ള ബാർ തെളിഞ്ഞു വരും. അവിടെ ഒന്ന് വിരലമർത്തി തൊട്ടുപുറത്തുള്ള ബെല്ലൈക്കണിൽ കൂടെ വിരലമർത്തണം. രജിത്ജി നമ്മുടെ കൂടെ വീണ്ടും ഉണ്ട്. നമസ്കാരം.